എന്തിനാണ് വിവാഹം എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രായപൂർത്തിയായ ആൾ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്? ആർക്കു വേണ്ടിയാ വിവാഹം? അവിടെ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് മക്കൾക്കു വേണ്ടി എന്നുള്ളത്. നമ്മുടെ വിഷയം അവിടെ പ്രസക്തമാകുകയാണ്. വിവാഹം കഴിക്കുന്നത് തന്റെ ലൈംഗികമായ അഭിനിവേശം ഇറക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് തെറ്റിദ്ധരിച്ച സാധുക്കളുണ്ട്. അതിന് വിവാഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതിനൊരുപാട് വഴികൾ മനുഷ്യന്റെ മുന്നിൽ തുറക്കപ്പെടാം. ഒരുപാട് പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. വിവാഹം എന്ന് പറഞ്ഞാൽ എന്തിനെന്ന ചോദ്യത്തിന്റെ ഉത്തരം മക്കൾക്ക് വേണ്ടി എന്നുള്ളതാണ്. അതിന്ന് ആധുനിക ലോകം മനസ്സിലാക്കുകയാണ്. ഈ കാര്യം പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്, ഫാദർലെസ് അമേരിക്ക. ഒരു പുസ്തകത്തിന്റെ പേരാണ് ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകം. എന്തുകൊണ്ടാണ് ഈ വിഷയം പറയുന്ന ആളുകളെല്ലാം എടുത്തുദ്ധരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് പാശ്ചാത്യൻ രാജ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം മക്കൾക്ക് ഉപ്പയാരെന്നറിയില്ല എന്ന പ്രശ്നമാണ്. ഉപ്പയറിയില്ല, തന്തയാരെന്നറിയില്ല. സിംഗിൾ പാരന്റിംഗ് ആണ് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ നടപ്പാക്കുന്നത്. വാപ്പയുടെ പരിലാളന, ഒരു പിതാവിന്റെ തലോടൽ, ഒരു പിതാവിന്റെ കരുതൽ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഗവൺമെന്റ് ഇടപെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു കുട്ടിയെ വടികൊണ്ടടിച്ചാൽ ക്രിമിനൽ കേസാണ്, അടിച്ചാൽ അകത്തു പോകും. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സിംഗിൾ പാരന്റിങ്ങിലുള്ള ആ ഒരു അവസ്ഥയിൽ തന്റെ അമ്മയെ വേറൊരാൾ വന്ന് വിവാഹം കഴിക്കുമ്പോൾ രണ്ടാനച്ഛൻ ആ അമ്മയുടെ മക്കളെ പീഡിപ്പിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ഏതെങ്കിലും ഒരു പാരന്റ് കുട്ടിയെ തല്ലിയാൽ അകത്തു പോകുമെന്ന പാശ്ചാത്യ നിയമം. ആ നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിപ്പോ നടപ്പാക്കിയത്. വാപ്പയും ഉമ്മയുള്ള, വാപ്പയാരെന്നറിയുന്ന, ഉമ്മയാരെന്നറിയുന്ന, വാപ്പയുടെ കരുതലുള്ള, ഉമ്മയുടെ കരുതലുള്ള നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ഈ പാശ്ചാത്യൻ ലോ കൊണ്ടുവന്ന് നടപ്പാക്കി മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട ശിക്ഷണം പോലും ശിക്ഷ നേടിത്തരുന്ന ഒരു വലിയ പാതകമായി അവതരിപ്പിക്കുന്ന നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് പോലും വരുന്നത് ഈ പാശ്ചാത്യനെ അനുകരിക്കുന്നതാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവിടെ വിവാഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തിനാണ് വിവാഹം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്, വിവാഹം കഴിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, സന്താനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ദുനിയാവിൽ ഒരുപാട് അലങ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ആ ദുനിയാവിലെ അലങ്കാരമാണ് ഖുർആൻ പറഞ്ഞു, അൽമാലു വൽ ബനൂൻ, സമ്പത്തും സന്താനവും, സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ലോക ജീവിതത്തിന്റെ സീനത്താണ്, അലങ്കാരമാണ്. ഭൗതിക ലോക ജീവിതത്തിന്റെ അലങ്കാരമാണ് സന്താനം. അതുകൊണ്ട് തന്നെ ഐഹിക ലോകത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സന്താനം ഇല്ലാതെ പോയാൽ അതൊരു പരീക്ഷണമാണ്. സന്താനം ഉണ്ടായാലോ അതിലും വലിയ പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പരീക്ഷിച്ചു, സന്താനങ്ങളെ കൊടുക്കാതെ പരീക്ഷിച്ചു. ഈ സന്താനമില്ലാതെ പോയാൽ പലപ്പോഴും മനുഷ്യൻ കുഫറിലേക്ക് പോലും, അവന്റെ ഈമാൻ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറിപ്പോകും. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ ചേന്നര എന്ന പ്രദേശത്തുണ്ടായിരുന്ന അബൂബക്കർ ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഗുരുവായൂരമ്പലത്തിൽ തുലാഭാരം നടത്തിയതിനെ തുടർന്നുണ്ടായ വിവാദം. ആ വിവാദം എന്തായിരുന്നു? അബൂബക്കർ ഹാജി തുലാഭാരം നടത്തി ഗുരുവായൂരിൽ. എന്തേ കാരണം? സന്താനമില്ല, മക്കളില്ല. കേരളത്തിലെ ജാറങ്ങളിലും ദർഗകളിലും മഖ്ബറകളിലും ഒക്കെ അദ്ദേഹം ഒരുപാട് ഓടി നടന്നു, തൊട്ടിലി കെട്ടി നോക്കി, പലയിടങ്ങളിലും നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു നോക്കി, ജാറത്തിലെ എണ്ണ കുടിച്ചു നോക്കി, അവിടുത്തെ മയിൽപ്പീലി കൊണ്ട് തലയിൽ തടവി നോക്കി, അതുപോലെ തന്നെ അറബിക് ജ്യോതിഷിമാരെ സമീപിച്ചു നോക്കി. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനത്തിൽ നിന്ന് ആ സമയത്ത് ആ ഓർഡർ വന്നില്ല. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ ഹാജി ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചത്. ഹജ്ജിന് പോയി, കഅബയുടെ അടുക്കൽ പോയി ദുആ ചെയ്തു. അള്ളാഹു പരീക്ഷിച്ചോടെ നിർത്തി. തിരിച്ചു വന്ന അബൂബക്കർ ഹാജി ഒരു സഹോദരനെ കണ്ടപ്പോ അദ്ദേഹത്തോട് തന്റെ ഈ പ്രയാസം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മക്കളെ വേണോ, സന്താനത്തെ വേണോ? ഗുരുവായൂരിൽ ഒരു തുലാഭാരം നടത്താൻ നേർച്ചയാക്ക്, കുട്ടി കിട്ടിയിട്ട് നേർച്ച വീട്ടിയാൽ മതി. അങ്ങനെയാണ് അബൂബക്കർ ഹാജി തുലാഭാരം നടത്താൻ നേർച്ചയാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ അദ്ദേഹത്തെ പരീക്ഷിച്ചു, സന്താനത്തെ കൊടുത്തു.
റബ്ബ് സുബ്ഹാനഹു വ തആല സന്താനത്തെ കൊടുത്തു, ഒരാൺകുഞ്ഞിനെ പ്രദാനം ചെയ്തു. ഉടൻ തന്നെ അബൂബക്കർ ഹാജിയുടെ ഉള്ളുന്ന് കാളി. അദ്ദേഹം തന്നെ ഉപദേശിച്ച സഹോദരൻ, ഹൈന്ദവ സഹോദരക്കൽ പോയിട്ട് പറഞ്ഞു, എന്താണ് വേണ്ടത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക, വേണ്ടത് ഞാൻ ചെയ്യാം. അങ്ങനെയാണ് അദ്ദേഹം തുലാഭാരം നടത്തിയത്. അതാണ് പിന്നെ വിവാദമായത്. ആ വിവാദമുണ്ടായപ്പോഴാണ് മഹല്ല് കമ്മിറ്റി ഇടപെട്ടത്. മഹല്ല് കമ്മിറ്റി പറഞ്ഞു, അബൂബക്കർ ഹാജി രണ്ടാം ഷഹാദത്ത് ചെല്ലാതെ ഈ ഖബർസ്ഥാന് ഖബറടക്കൂല. അബൂബക്കർ ഹാജി പറഞ്ഞു, എനിക്ക് ഗുരുവായൂരപ്പൻ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ഇലാഹാണെന്നോ ഒന്നും വിശ്വാസമില്ല. ഞാൻ മുനമ്പത്ത് പോയപ്പോഴും ഭീമാ ബീവിയുടെ ജാറത്തിൽ പോയപ്പോഴൊക്കെ എന്റെ മനസ്സിലെ നീയത്ത് എന്തായിരുന്നു? അത്ര തന്നെ ഉള്ളൂ, വേറൊരു നീയത്തും എന്റെ മനസ്സിലില്ല. പക്ഷെ മഹല്ല് സമ്മതിച്ചില്ല. രണ്ടാം ഷഹാദത്ത് ചെല്ലാതെ അബൂബക്കർ ഹാജി മുസ്ലിമായി അംഗീകരിക്കില്ല. അത് അക്കാലഘട്ടങ്ങളിൽ പത്രങ്ങളിൽ വലിയ വാർത്തയായി വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അബൂബക്കർ ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹു സന്താനത്തെ കൊടുക്കാതെ പരീക്ഷിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു, അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ഒരു ഡിഗ്രി പോലെ കൂട്ടിച്ചേർത്ത ഹാജി എന്ന് പറയുന്ന സിമ്പൽ, അത് വെറുതെ കിട്ടിയതല്ല, ഹജ്ജ് ചെയ്തുകൊണ്ട് കിട്ടിയതാണ്. ഹജ്ജ് ചെയ്യാൻ അദ്ദേഹം പോയത് മക്കത്താണ്. മക്കത്തുള്ളത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ലോക സമൂഹത്തിന് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഭവനമായ വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് പോയി നടന്ന ആളാണ് അദ്ദേഹം. ആ കഅബാലയത്തിന്റെ സമീപത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ശാഇറുകളിൽ ഒന്നായി സ്ഥാപിച്ച മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. ആ മഖാമു ഇബ്രാഹിം കണ്ടുവന്ന ആളാണ് അബൂബക്കർ ഹാജി. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സവിശേഷത എന്താണ്? ഇറാഖിലെ ഊർ പട്ടണത്തിൽ നിന്ന് യുവത്വത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട സാറയുടെ കൈപിടിച്ച്, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈപിടിച്ച് ഇറാഖിൽ നിന്ന് ഫലസ്തീൻ ലക്ഷ്യമാക്കി കാനാൻ ദേശത്തേക്ക് നടന്നുപോയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദുആ, വർഷങ്ങളോളം നടത്തിയ ദുആ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹായ സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വലിയൊരു പാഠമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം ഇവിടെ കിട്ടുകയാണ്. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, അവരോടുള്ള ബാധ്യത വീടാൻ, അവർ ഉയർന്നു വരാൻ, അവർ വളർന്നു വരാൻ ആദ്യമായി നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യം എന്താണ്? ദുആയാണ്, നിരന്തരമായ പ്രാർത്ഥന. ഉപ്പക്ക് മക്കളോടും ഉമ്മക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടുമുള്ള ബന്ധത്തിന്റെ വല്ലാത്ത ഒരു അനിർവചനീയമായ ഇഴയാണ് യഥാർത്ഥത്തിൽ ദുആ എന്നുള്ളത്. ദുആ തുടങ്ങുമ്പോൾ തന്നെ, സന്താനത്തെ കിട്ടിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ എനിക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 80 വയസ്സ് വരെ ദുആ ചെയ്തു എന്നാണ്. പ്രായമെത്തി അങ്ങ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രായം ചെന്നപ്പോഴാണ് സന്താനത്തെ അല്ലാഹു പ്രദാനം ചെയ്യുന്നത്. ആ ചരിത്രം പഠിച്ചു വന്ന ആളാണ് ആര്? അത് കണ്ടുവന്നയാളാണ് അബൂബക്കർ ഹാജി. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം, സന്താനത്തെ കൊണ്ടുള്ള പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയി അദ്ദേഹം. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം മറിയം. ആ മറിയമിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് ആ സൂറത്ത്. കാഫാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അസ്മു മിന്നി വഷ്തഗല അർ-റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. എത്ര മനോഹരമായിട്ടാണ് ഒരു പ്രവാചകന്റെ ചരിത്രം ഖുർആൻ പറയുന്നത്. സക്കരിയാവ്, അല്ലാഹുവിന്റെ ദൂതനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം റബ്ബിനോട് പറയുകയാണ്. ആ വാചകം എങ്ങനെ അല്ലാഹു അവതരിപ്പിക്കുന്നത്? ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ എന്ന അള്ളാഹുവിന്റെ ദാസനായ പ്രവാചകനോട് അള്ളാഹു കാണിച്ച കാരുണ്യം ഓർക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയണം. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ.
ദുആഇന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി ഗോപ്യമായി അല്ലാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. എന്താണ് സക്കരിയ നബിയുടെ ദുആ? എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? റബ്ബി ഇന്നി വഹനൽ അഅ്മു മിന്നി വസ്തഗല അർ-റഅ്സു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ. അല്ലാഹുവേ, എന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു തുടങ്ങി. എന്റെ എല്ലുകൾ ബലക്ഷയം സംഭവിച്ചു പോയതുപോലെ എന്റെ മുടിയാകട്ടെ വെള്ളി പോലെ വെളുത്തു തുടങ്ങി. സൂര്യപ്രകാശം ഇങ്ങനെ തട്ടുമ്പോൾ വിളക്ക് പോലെ പ്രകാശിക്കുമാറ് എന്റെ കറുത്ത മുടികൾ നരച്ച് വെള്ളി പോലെ വെളുത്തുപോയി അല്ലാ. മാത്രമല്ല എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പ്രസവശേഷിയില്ലാത്ത ഒരു പെണ്ണാണവൾ. സാഹചര്യങ്ങൾ മുഴുവനും എനിക്കെതിരാണെന്നറിയാം. പ്രായം ഒരുപാട് കഴിഞ്ഞുപോയെന്നറിയാം. പ്രതികൂലമായ സാഹചര്യമാണെന്നറിയാം. പക്ഷേ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും അനുകൂലമാക്കാൻ കഴിവുള്ള റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, എനിക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഫഹബിലി മിൻ ലദുൻക വലിയ്യാ. എന്റെ ഒരു അനന്തരഗാമിയെ, എന്റെ ഒരു പിൻഗാമിയെ പ്രദാനം ചെയ്ത് എന്നെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ഒറ്റ വാചകത്തിലുണ്ട്, എല്ലാമുണ്ട്. കാരണം സക്കരിയ നബി എത്രത്തോളം എത്തി, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആദി എത്ര വലുതായിരുന്നു, ആഗ്രഹം എത്ര വലുതായിരുന്നു, എല്ലാം ഈ വാചകങ്ങളിൽ പ്രകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ എന്നൊരു പ്രവാചകനെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അള്ളാഹു അനുഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ മകനെയും അള്ളാഹു ഒരു പ്രവാചകനാക്കി. യഹ്യ എന്ന പ്രവാചകൻ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തതാണ്. ആ പ്രാർത്ഥനയ്ക്കും പ്രത്യേകതയുണ്ട്. കാരണം ആ പ്രാർത്ഥന നടത്തുന്നത് പള്ളിയിൽ നിന്നിട്ടാണ്. പള്ളിയിൽ നിന്ന് മാത്രമല്ല, മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, അതും ഒരു മോളാണ്. മറിയം ബീവി, വലിയ പാടാണത്. മറിയം ബീവി എന്ന മകൾ, അതും വലിയ പാഠമാണ്. കാര്യം എന്ന് വെച്ചാൽ അതൊരു മോളാണ്, ഒരു ഉമ്മയുടെ മോളാണ്. ഹന്ന ബീവിയുടെ മോളാണ് മറിയം, അതും ഒരു മോളാണ്. നമ്മളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം പറഞ്ഞു തരുന്നുണ്ടതിൽ. കാരണം ഒരു ഉമ്മ നടത്തിയ നേർച്ചയാണ് നമ്മുടെ മക്കൾ. ആ മക്കളുടെ കാര്യത്തിൽ നമ്മുടെ കൺസെപ്റ്റ് എന്തായിരിക്കണം, കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്ന് വളരെ കൃത്യമായി പറയാണ് ആ ഉമ്മ. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിൽ ഇമ്രാൻ കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇന്നി നദർതു മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി. നമുക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് ഇവനെ ഒരു ഡോക്ടർ ആക്കണം എന്നാണ്. മിനിമം ഇവനൊരു ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ നഴ്സറിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ കൊണ്ടുപോയി ചേർക്കുന്നത്. അത് ഏറ്റവും വലിയ ഫീസുള്ള സ്കൂളിൽ കൊണ്ടുപോയി നമ്മുടെ മക്കളെ ചേർക്കുന്നത്. കാരണം നമ്മുടെ നെയ്യത്ത് ഇവനൊരു ഡോക്ടറാക്കി വളർത്തി വലുതാക്കണം എന്നാണ്. അങ്ങനെ ഡോക്ടർമാരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അത്രമാത്രം ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ. അപ്പൊ ആദ്യം നമ്മുടെ മക്കളെ ഡോക്ടറാക്കാൻ തീരുമാനിക്കുന്നു, എഞ്ചിനീയർ ആക്കാൻ തീരുമാനിക്കുന്നു, കളക്ടറാക്കാൻ തീരുമാനിക്കുന്നു, IAS IPS ആക്കാൻ തീരുമാനിക്കുന്നു. ഒക്കെ വേണ്ടതാണ്, അതിലൊന്നും കുറവോ കൊറ്റോ പറയല്ല, ഒക്കെ വേണ്ടതാണ്. പക്ഷേ ആദ്യം നമ്മൾ എന്താ തീരുമാനിക്കുക? എന്റെ മകൻ ആർക്കുള്ളതാണ് എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾ ആർക്കുള്ളതാണ്? എന്തുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാകുന്നില്ല നമ്മൾ ആശങ്കപ്പെടുന്നു ചോദിച്ചാൽ നമ്മുടെ നിയ്യത്ത് മാറി, നമ്മുടെ കൺസെപ്റ്റ് മാറി, മക്കളെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. അല്ലാഹു പഠിപ്പിച്ചു തരാണ്. ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന സമയത്തു തന്നെ അവരിതാ തന്റെ സന്തതിയുടെ കാര്യത്തിൽ കൺസെപ്റ്റ് ഉണ്ടാക്കുന്നു. അദ്ദേഹം അവർ പറയുന്നു, ഇന്നി നദർതു മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി. അല്ലാഹുവേ, എന്റെ ഉദരത്തിൽ വളർന്നത് നിനക്കുള്ളതാണ്, നിനക്ക് തരാനുള്ളതാണ്, നിനക്കുള്ള സമ്മാനമാണ്, നിനക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആണ്. മാ ഫീ ബത്നി മുഹററാ, എന്റെ വയറ്റിൽ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് അല്ലാഹുവേ നിനക്കുള്ള നേർച്ചയാണ്. അല്ലാഹ് ഫതഖബ്ബൽ മിന്നി, നീ അത് സ്വീകരിക്കണേ, നീ അത് കബൂലാക്കണേ. അള്ളാഹുവിന് നൽകിയത് ഒരിക്കലും കേടാവോ? അത് മോശാവോ? ഇല്ല. അല്ലാഹ് പറഞ്ഞത് ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ ഫഅംബതഹാ നബാതൻ ഹസനാ. അപ്പുറം എന്താ വേണ്ട? അള്ളാഹുവിന് നൽകിയത് അള്ളാഹു സ്വീകരിച്ചു, അതിനെ നല്ല ചെടിയാക്കി വളർത്തിയെന്നാണ്. നല്ല ചെടിയാക്കി വളർത്തി. അതൊക്കെ ഒരുപാട് കാര്യമുണ്ട്. അള്ളാഹു സന്താനത്തെ ഉപമിച്ചത് ചെടിയോടാണ്. അൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു
ഒരു നല്ല ഭൂമി നല്ല ചെടിയെ വളർത്തിക്കൊണ്ടുവരും. വല്ലദീ ഖബത ലാ യഖ്റുജു ഇല്ലാ നകിദാ. ഒരു പാഴ്ഭൂമിയിൽ, വളമില്ലാത്ത വെള്ളമില്ലാത്ത ഭൂമിയിൽ പാഴ്ചെടികളെ വളരൂ. ഖുർആൻ നൽകുന്ന ഒരു ഉപമയാണ്, ഉദാഹരണമാണ്. അൽ ബലദു ത്വയ്യിബ്, നല്ല മണ്ണ്, നല്ല വെള്ളവും വളമൊക്കെ ഉള്ള മണ്ണ്. യഖ്റുജു, അത് പുറത്തു കൊണ്ടുവരും. എന്തിനെ? നബാതഹു, അതിന്റെ ചെടിയെ പുറത്തു കൊണ്ടുവരും. എങ്ങനെ? ഏറ്റവും നല്ല ചെടി, കരുത്തുള്ള ചെടി, മനോഹരമായ ചെടി, ഹരിതാഭമായ ചെടി, അതാണ് നല്ല ഭൂമി പുറത്തു കൊണ്ടുവരിക. വല്ലദീ ഖബത ലാ യഖ്റുജു ഇല്ലാ നകിദാ. അത് മോശമായ വളമില്ലാത്ത ഒരു പാഴ്ഭൂമിയിൽ മുളക്കുന്നത് ആ രൂപത്തിലുള്ളതായിരിക്കും, പാഴ്ചെടിയായിരിക്കും. അപ്പൊ അള്ളാഹു സ്വീകരിച്ച് നന്നാക്കി വളർത്തിയ, അള്ളാഹു ഏറ്റവും നന്നാക്കി ഉയർത്തിക്കൊണ്ടുവന്ന സന്തതി അതാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നേർച്ചയാക്കിയത് കൊണ്ട് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്താണ് വളർത്തിയത്. ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഫാലത്ത് സക്കരിയ നബിക്കായിരുന്നു. ആ സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയിൽ ചെല്ലുമ്പോ വജദ ഇൻദഹാ റിസ്ഖാ, വജദ ഇൻദഹാ റിസ്ഖാ. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഭക്ഷണം, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഭക്ഷണം. ആ സന്ദർഭത്തിൽ ചോദിക്കാണ്, ഫഅന്നാ ലക്കി ഹാദാ, എവിടുന്നാണ് മറിയമേ നിനക്ക് ഈ ഭക്ഷണം? ഖാലത് മിൻ ഇൻദില്ലാഹ്, അവര് പറയാണ് ഇത് അല്ലാഹു എനിക്ക് തന്നതാണ്, റബ്ബ് സുബ്ഹാനഹു വതആല എനിക്ക് സമ്മാനിച്ചതാണ്. എന്ന് വെച്ചാൽ കറാമത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന കറാമത്ത് പ്രകടമായതാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൽ. അവിടെ നിന്നിട്ടാണ് ദുആ ചെയ്യുന്നത്, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു സന്താനത്തെ തരണേ. നല്ല അവസരങ്ങളിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ദുആഇന് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ദുആ കൊണ്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിരന്തരമായ ദുആ എവിടെയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് സന്താനത്തെ കിട്ടിയതിനു ശേഷമുള്ള പ്രാർത്ഥനകൾ ഖുർആൻ പറഞ്ഞില്ലേ? അദ്ദേഹം വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് കൊണ്ടുവന്ന് കുടുംബത്തെ താമസം അണങ്ങിപ്പോയപ്പോ അദ്ദേഹം നടത്തിയ ദുആ, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഭൗതികമായ ഒരു സാഹചര്യവും അനുകൂലമല്ലാത്ത, വെള്ളമില്ലാത്ത, കിടപ്പാടമില്ലാത്ത, വീടില്ലാത്ത, ആൾ താമസമില്ലാത്ത ഈ ഊശരമായ മണ്ണിൽ എന്റെ കുടുംബത്തെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അല്ലാഹുവേ, എന്റെ മക്കൾ, എന്റെ കുടുംബം നിസ്കരിക്കുന്ന മക്കളാകാൻ വേണ്ടിയാണ്. അവർ നിസ്കാരം നിലനിർത്തണം, മുഖീമുസ്സലാത്താകണം, നിസ്കാരം നിലനിർത്തുന്ന മക്കളാകണം. മക്കളെ കുറിച്ചുള്ള അവരുടെ സ്വപ്നം എന്താണ്? നിസ്കരിക്കുന്ന മക്കൾ, അവ്വലു സുബ്ഹിന് എഴുന്നേൽക്കുന്ന മക്കൾ, കൃത്യമായി ജമാഅത്തുള്ള മക്കൾ. അതിന് പള്ളിയുടെ സമീപം മറ്റൊരു സൗകര്യമില്ല. അത് പറയുന്നുണ്ട് അടുത്ത്, അല്ലാഹുവേ ഇന്നി അസ്കന്തു ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഇവിടെ ചെടിയില്ല, ഇവിടെ കൃഷിയില്ല, ഇവിടെ കഴിക്കാൻ വേണ്ടുവോളം ആഹാരമില്ല, ഇവിടെ കൊട്ടാരങ്ങളില്ല, കുടിലില്ല, ഒന്നുമില്ല, മനുഷ്യന്മാര് പോലും ഇല്ല. ഇവിടെ ഞാൻ എന്റെ കുടുംബത്തെ താമസിച്ചത് അവർ നിസ്കരിക്കുന്നവരാകാൻ വേണ്ടിയാണ്, എന്റെ മക്കൾ നിസ്കരിക്കുന്ന മക്കളാകാൻ വേണ്ടിയാണ്. മനസ്സിലാക്കണം, ഈ ഒരു ദുആ കൊണ്ട് ഊട്ടപ്പെടുന്ന കുടുംബ സംവിധാനം, അവിടെയാണ് എല്ലാ കവചവും എല്ലാ സംരക്ഷണവും നമുക്കുള്ളത്. നമ്മൾ ദുആ ചെയ്യൂല. നമ്മൾ സാധാരണ മറ്റുള്ളവരെ ഏൽപ്പിക്കില്ല. ഉസ്താദിനെ കാണുമ്പോൾ, ഉസ്താദെ എന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. മക്കള് കാണുമ്പോ, എന്റെ ബാപ്പ മരിച്ച് നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. ആരാ ഈ ദുആ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ സ്വന്തം ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, സ്വന്തം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മാതാപിതാക്കൾ, അത് വലിയ ബന്ധമാണ്, റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. അത് അല്ലാഹു എത്ര ഇടങ്ങളിലാണ് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നത്, ഏതെല്ലാം രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു കുടുംബത്തിന്റെ കഥ അവതരിപ്പിച്ചു, ചരിത്രം അവതരിപ്പിച്ചു. ആരെപ്പറ്റിയാ പറഞ്ഞത്? യൂസുഫ് അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പിതാവായ യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകൻ, അദ്ദേഹത്തിന്റെ കുടുംബം, ആ കുടുംബ കഥ വിശദീകരിച്ചപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യ ഭാര്യയിലുള്ള 10 മക്കൾ, രണ്ടാം ഭാര്യയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സന്താനമായിരുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി ഒട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞത് ചരിത്രം നമുക്കറിയാം. ഒരു വലിയ പ്രതിസന്ധിയാണ്. ആ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുന്നതിന് മുമ്പ് ആ സഹോദരനെ, കുടുംബത്തിലെ സഹോദരനെ തട്ടിയെടുക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തു വരുന്ന രംഗം ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്.
വാപ്പയുടെ അടുക്കൽ വന്നിട്ട്, യാക്കൂബ് നബിയുടെ അടുക്കൽ വന്നിട്ട് യൂസുഫിനെ കിട്ടാൻ അവർ പറഞ്ഞ വാചകം, യാ അബാന ലാ തഅ്മന്ന അലാ യൂസുഫ് വഇന്നാ ലഹു ലനാസിഹൂൻ. ഉപ്പാ, യൂസുഫിന്റെ കാര്യത്തിൽ എന്തേ ഞങ്ങൾ വിശ്വാസമില്ലാത്തതുപോലെ? ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഞങ്ങളോടൊപ്പം യൂസുഫ് ഇല്ലല്ലോ, ഞങ്ങൾ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ ഞങ്ങളോടൊപ്പം യൂസുഫ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ ഞങ്ങളുടെ സഹോദരനെ ലാളിക്കണമെന്ന്, അവനെ കളിപ്പിക്കണമെന്ന്, ആനന്ദിപ്പിക്കണമെന്ന്. അതുകൊണ്ട് അർസിൽഹു മഅനാ വദയ്യർതഅ വയല്ലബ്, നാളെ ഞങ്ങൾ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ ഞങ്ങളോടൊപ്പം യൂസുഫിനെ കൂടി വിട്ടുതരുമോ? യൂസുഫിനെ കൂടി ഞങ്ങളോടൊപ്പം വിട്ടുതരുമോ? അവൻ വരട്ടെ, യർതഅ വയല്ലബ്, കളിക്കട്ടെ, ഉല്ലസിക്കട്ടെ, ആനന്ദിക്കട്ടെ. ഞങ്ങളാകട്ടെ അവന്റെ കാര്യത്തിൽ നല്ലവണ്ണം നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള സഹോദരങ്ങളാണ്. മാത്രമല്ല ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാം. ഇന്നാ ലഹു ലഹാഫിളൂൻ, അവന്റെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കാതെ അവനെ സംരക്ഷിക്കാൻ ഞങ്ങൾ കരുത്തുള്ള മല്ലന്മാരല്ലേ ഉപ്പാ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട, വിട്ടുതരൂന്ന് പറഞ്ഞിട്ട് ഉപ്പയുടെ അടുക്കൽ വന്ന് നിൽക്കാണ്. സഹോദരങ്ങൾ, ഒരു കുടുംബത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഖുർആൻ മനോഹരമായി വിശദീകരിച്ചു തന്നു. ആ മക്കൾ അസൂയ കൊണ്ട് യൂസുഫ് നബിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോ വാപ്പ പറഞ്ഞു, പൊന്നുമക്കളെ പറഞ്ഞു നോക്കാണ്, പൊന്നുമക്കളെ, നിങ്ങൾ പോണ വഴി അത്ര സുരക്ഷിതല്ല, ചെന്നായ്ക്കുള്ള പ്രദേശമാണ്, നിങ്ങളുടെ പ്രായം അത്ര കരുതലുള്ള പ്രായമല്ല, നിങ്ങൾ അശ്രദ്ധരായാൽ അവനെ വല്ല ചെന്നായി ആക്രമിച്ചാലോ എന്ന് പേടി ഉപ്പാക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപ്പ ഒരുപാട് അവരെ മാറ്റാൻ, ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ മക്കൾ പറഞ്ഞില്ലേ, ഉപ്പ, ഞങ്ങൾ ഈ മല്ലന്മാര് 10 പേര് കൂടുള്ളപ്പോ ഞങ്ങളുടെ സഹോദരനെ ചെന്നായി പിടിക്കുമെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് നാണക്കേടല്ലേ ഉപ്പ, അതൊന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടാണ് കുടുംബത്തിലെ ആ യാക്കൂബ് നബി ഒരുപാട് സ്നേഹിച്ച പൊന്നുമോനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ അവർ വലിച്ചിട്ടത്. നമ്മുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനൊന്നും സംഭവിച്ചുകൂടെ? നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ രോഗം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഈ രൂപത്തിലൊന്നും സംഭവിച്ചുകൂടെ? ആ സന്ദർഭത്തിൽ എന്ത് ബന്ധമാണ്, ഏത് തരത്തിലാണ് അവിടെ രക്ഷാ കവചം തീർക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു തന്നില്ലേ നമുക്ക്? പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ആ മകനെ വലിച്ചെറിഞ്ഞു കഴിയുമ്പോ ഇവിടെ യാക്കൂബ് നബി കാത്തിരിക്കുകയാണ്. വൈകുന്നേരമായി, ഇശാഇന്റെ സമയം എന്നാ പറഞ്ഞത് ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് ഇശാഇന്റെ സമയമായപ്പോ കരഞ്ഞലച്ച് ആ മക്കൾ വരികയാണ്, ഓടി വരികയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഉപ്പാ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ ഇന്നാ ദഹബിനാ വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു الذئب വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സാദിഖീൻ. ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ യൂസുഫിനെ ഞങ്ങൾ ഒരിടത്ത് ഇരുത്തി, ഞങ്ങളുടെ വസ്തുവകൾ സൂക്ഷിച്ചെടുത്ത്, ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചെടുത്ത് ഇരുത്തിയിട്ട് നസ്തബിഖു, ഞങ്ങൾ ഓട്ട മത്സരത്തിന് പോയി തിരിച്ചു വന്നപ്പോ ഉപ്പ പറഞ്ഞതുപോലെ, ഇന്നലെ ഉപ്പ സംശയിച്ചതുപോലെ ഒന്ന് ചെന്നായി പിടിച്ചു. തെളിവെന്താണ്? ആടിനടുത്ത് ചോര പുരട്ടിയ കുപ്പായും തെളിവായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അന്ന് നഷ്ടപ്പെട്ടു ഒരു മകൻ, യാക്കൂബ് നബിക്ക് യൂസുഫ് എന്ന മകൻ. ആ ഉപ്പയുടെ നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങി. ഖുർആൻ ആ കരച്ചിലെടുത്തു വെച്ചു നമ്മുടെ മുന്നിൽ. യാക്കൂബ് അലൈഹിസ്സലാം കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. ഏതാണ്ട് ചരിത്രകാരന്മാർ പറയും 40 കൊല്ലം നിരന്തരമായി യാക്കൂബ് നബി കരഞ്ഞു. എന്നിട്ട് യൂസുഫിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും, എന്റെ മോൻ യൂസുഫേ, നിന്റെ കാര്യം എന്താ? നിന്റെ അവസ്ഥ എവിടെയാണ്? എന്താണ് നീ? എവിടെയാണ്? മരിച്ചോ ജീവിച്ചോ? ദുഃഖിക്കുകയാണ്, വിഷമിക്കുകയാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. കരയുകയാണ്. ഖുർആൻ പറഞ്ഞു, കരഞ്ഞ് കരഞ്ഞ് മഹാനായ യാക്കൂബ് നബിയുടെ കണ്ണ് വെളുത്തുപോയി, കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി, കണ്ണ് വെളുത്തുപോയി ഖുർആൻ പറയാണ്. പക്ഷേ അതിനിടയിലും ഒരു ബന്ധം, ഒരു കണക്ഷൻ. എന്താണ് ആ കണക്ഷൻ? എന്തായിരുന്നു യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണക്ഷൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വന്തം മകനുമായി ബന്ധപ്പെട്ട കണക്ഷൻ എന്താണ്? അത് വേറൊന്നുമല്ല, ദുആയാണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റബ്ബിനോട് നിരന്തരമായി കരഞ്ഞുകൊണ്ട് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന അത് മറ്റൊന്നുമല്ല. ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എന്റെ മനസ്സിന് വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. എന്റെ മക്കൾ ചെയ്ത അവിവേകത്തിൽ അല്ലാഹുവേ എനിക്ക് പരാതിയുമുണ്ട്. പക്ഷെ എന്റെ എല്ലാവിധ പരാതികളും, എന്റെ എല്ലാവിധ വേദനകളും ഞാൻ ഇറക്കി വെക്കുന്നത്
അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഇന്നമാ അശ്കൂ ബത്തീ വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ എനിക്ക് ശിക്കായത്ത് പറയാനുള്ളത്, എനിക്ക് അന്യായം ബോധിപ്പിക്കാനുള്ളത് നിന്നോട് മാത്രമാണ്. എന്നുവെച്ചാൽ നീയാണ് ആ പ്രശ്നം പരിഹരിച്ചു തരേണ്ടത്. എന്റെ നഷ്ടപ്പെട്ടു പോയ മകന്റെ കാര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ വേറൊരാളെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, എന്നോടാണ്. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടക്കണ്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് പോയി ഈജിപ്തിലെത്തി. ഈജിപ്തിൽ നിന്ന് അവിടുത്തെ അടിമച്ചന്തയിൽ നിന്ന് നേരെ ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ വളർന്നു മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം പിന്നെ ജയിലിലായി. പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വന്നു മന്ത്രിയായി. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കാവലിൽ ആ മകൻ വളർന്നു ഒരു ഭാഗത്ത്. ഇവിടെ വാപ്പ പരീക്ഷിക്കപ്പെട്ടു മകനെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞ് റബ്ബിനെ ഏൽപ്പിച്ചപ്പോ മറുഭാഗത്ത് പൊട്ടക്കിണറ്റിൽ നിന്ന് ആ കുഞ്ഞിനെ പൊക്കിയെടുത്തു കൊണ്ടുപോയി ഈജിപ്തിലെ അങ്ങാടിയിൽ നിന്ന് ലേലം ചെയ്യപ്പെട്ട അവസാനം ഈജിപ്തിലെ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം വളർന്ന് യുവാവായി സുന്ദര പുരുഷനായി വളർന്ന അവസാനം അദ്ദേഹം അവിടെ നിന്ന് ജയിലിൽ നിന്ന് അദ്ദേഹം തിരിച്ചു മന്ത്രിയായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി, വകുപ്പ് മന്ത്രിയായി കടന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ അദ്ദേഹം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം വാപ്പയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വാപ്പയെ ഉപ്പയെ വരുത്തിച്ചു. ഈജിപ്തിൽ വെച്ച് ഉപ്പയെ കണ്ടു, വാരിപ്പുണർന്നു, മനം നിറയെ ചുംബിച്ചു, ഇഷ്ടം പ്രകടിപ്പിച്ചു. അവസാനം യാക്കൂബ് അലൈഹിസ്സലാം തിരിച്ച് ഫലസ്തീനിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ആ സന്ദർഭത്തിൽ ഈജിപ്തിൽ നിർബന്ധിതാവസ്ഥയിൽ നിൽക്കേണ്ടി വന്ന യൂസുഫ് അലൈഹിസ്സലാം നടത്തിയൊരു ദുആ അള്ളാഹു പറയുന്നുണ്ട്. എന്താ ദുആ? എന്തായിരുന്നു യൂസുഫ് നബിയുടെ ദുആ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറഹ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഒരു ഉപ്പ ആരാകണം, ഒരു മകൻ എന്തായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് ഈ ദുആ. എന്ന് വെച്ചാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഏറ്റവും ഊഷ്മളത നിറയുന്ന രംഗം വിശദീകരിക്കാണ് ഖുർആൻ. എന്താ പറഞ്ഞത്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, അല്ലാഹുവേ നീ എനിക്ക് അധികാരത്തിന്റെ ഒരു ഭാഗം തന്നു എന്ന് പറഞ്ഞാൽ എന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി നീ. മാത്രമല്ല വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, വളരെ കുറച്ചാളുകൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന അതേ സ്വപ്ന വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നു അല്ലാഹ്. ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ വലിയ സൗകര്യമാണിതെല്ലാം. ഈ കിട്ടിയ മന്ത്രിസ്ഥാനമാകട്ടെ, അതുപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനമാകട്ടെ, സർവ്വതും ദുനിയാവിൽ കിട്ടിയ ആനന്ദമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ തൃപ്തനല്ല. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവേ, എനിക്ക് നിന്നോട് പറയാൻ ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം മറ്റൊന്നുമല്ല, തവഫനി മുസ്ലിമാ, ഞാൻ മരിക്കുന്ന നേരത്ത് മുസ്ലിമായ അവസ്ഥയിൽ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ എന്റെ ഉപ്പമാരുടെ കൂടെ കിടക്കാൻ എനിക്ക് അവസരം തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങളുടെ കൂടെ എന്നെ ചേർത്തു തരണേ അല്ലാഹ്. നിങ്ങൾ ആ ആയത്തിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ് ഈ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് പറഞ്ഞാൽ? സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തു തരണേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനമെന്ന് ഒരുപാട് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അതിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഈജിപ്തിൽ മരിക്കുന്ന മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊതിക്കുകയാണ്, എന്റെ വാപ്പയങ്ങ് ഫലസ്തീനിലാണ്, അതുകൊണ്ട് തന്നെ എന്റെ വാപ്പയുടെ ചാരത്ത് പോയി കിടക്കാൻ എനിക്ക് അവസരം തരണേ അല്ലാഹ്. അതൊരു ബന്ധമാണ്, ഉപ്പയുമായുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു കഴിഞ്ഞപ്പോ മഹലിൽ പ്രശ്നമായി എന്നാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്, പല മുഫസ്സിറുകളും വിശദീകരിക്കുന്നുണ്ട്, അവർ പരസ്പരം തല്ലായി, ബഹളമായി, അടിയായി. എന്തിനാണ്? ഇദ്ദേഹത്തിന്റെ മയ്യത്ത് ഏത് മഹലിൽ അടക്കണം, മഹല് തമ്മിൽ പ്രശ്നമായി. അന്നും മറ്റേ ടീമുണ്ട്, ജാറം ടീമുണ്ട്, മയ്യത്ത് വിറ്റിട്ട് വരുമാനം ഉണ്ടാക്കുന്ന കൗമുണ്ട്. അപ്പൊ യൂസുഫ് നബിയെ പോലെ ഒരാടെ മയ്യത്ത് കിട്ടിയാൽ ഉഷാറായി എന്ന് കണ്ടിട്ട് കാതു യഖ്തതിലൂന, ഓരോ മഹലിലും തല്ലായി, ബഹളായി. എവിടെയാ ഖബറടക്കേണ്ടത്? ആ മഹല് പറഞ്ഞു നമുക്ക് വേണം, ഈ മഹല് പറഞ്ഞു നിങ്ങൾക്ക് വേണം. ചില ആളുകൾ പറഞ്ഞു എവിടെയായിരുന്നാലും മനുഷ്യരെ ഖബറടക്കിയാ പോരെ എന്ന്. വേറെ ചില ആളുകൾ ആകെ പ്രശ്നമായി. അവസാനം മസ്ലഹത്തായി. മസ്ലഹത്ത് എന്താ? നെയിലിൽ നമുക്ക് ഇദ്ദേഹത്തെ ഖബറടക്കാം. നെയിൽ നദിയിൽ, ഈജിപ്തിലെ നെയിൽ നദിയിൽ. അതുകൊണ്ടുള്ള ഗുണം എന്താ?
അത് മറ്റൊന്നുമല്ല, ഈ നൈലിലെ വെള്ളം എല്ലാ ഈജിപ്തിന്റെ ഭാഗത്തേക്ക് ഒഴുകണില്ലേ, അപ്പൊ ആർക്കും പ്രശ്നമില്ലല്ലോ. എല്ലായിടത്തേക്കും നൈൽ നദിയിലെ വെള്ളം വരും. നൈൽ നദിയിൽ ആരുടെ ജനാസയുണ്ട്? യൂസുഫ് നബിയുടെ ജനാസയുണ്ട്. അങ്ങനെ മഹാനായ യൂസുഫ് നബിയുടെ ജനാസ കൊണ്ടുപോയി നൈലിൽ ഖബറടക്കി എന്നാണ്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. മൂസാ നബിയുടെ കാലത്താണ് രണ്ടാമത് നൈലിൽ നിന്ന് എടുത്ത് ഫലസ്തീനിൽ യൂസുഫ് നബിയുടെ ഖബർ കൊണ്ടുപോയി, ആ ജനാസ കൊണ്ടുപോയി ഖബറടക്കുന്നത് എന്ന് ഈ ആയത്തിനെ തഫ്സീറിൽ കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇതിന്റെ സൂചനകൾ നിരവധി കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ മകന്റെ ദുആയാണ്, പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? പടച്ചോനെ, എന്റെ ഉപ്പയുടെ ചാരത്ത് കിടക്കാൻ എനിക്ക് അവസരം തരണം. അതൊരു ബന്ധമാണ്. മരിച്ചു കിടക്കുന്നിടത്തും ഒന്നിച്ചു കിടക്കാൻ അവസരം തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന തലത്തിൽ നമ്മുടെ മക്കളെ നമ്മിലേക്ക് ചേർക്കാൻ ദുആ കൊണ്ടുള്ള വലിയ ഇണക്കം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ്, ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന പുനോമനകൾ, അവരെ അള്ളാഹു നമുക്ക് സമ്മാനിച്ചപ്പോ അവർ ചിന്തിക്കേണ്ടത് കൂടി ചിന്തിക്കുവാൻ വേണ്ട തലച്ചോറ് അള്ളാഹു നമുക്കാ തന്നത്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ തലച്ചോറിന്റെ ബ്രെയിനിന്റെ 1/5 മാത്രമായിട്ടാണ് ദുനിയാവിലേക്ക് പിറന്നു വീഴുന്നതാണ് ഓരോ കുഞ്ഞും. നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വിവാഹം എന്തിനാണ് എന്ന ചോദ്യം, എന്തിനാ കുടുംബം എന്ന ചോദ്യം, എന്തിനാണ് ഉപ്പയും ഉമ്മയും ഉണ്ടാകേണ്ട ആവശ്യം എന്ത് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരാണ് ഒരു കുഞ്ഞ് ദുനിയാവിലേക്ക് ജനിക്കുമ്പോ 1/5 തലച്ചോറ് മാത്രം, ആവശ്യമായ ബ്രെയിനിന്റെ 1/5 മാത്രമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ലോങ് ടൈം പാരന്റിങ് ആവശ്യമായ ഒരേ ഒരു ജീവിവർഗം അത് മനുഷ്യരാണ്. മറ്റു ജീവജാലങ്ങളുണ്ട്, പ്രസവിക്കുന്ന ജീവികളുണ്ട്, നിരവധിയുണ്ട്. ആ ജീവികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രസവിക്കുമ്പോ തനിക്കാവശ്യമായ ബ്രെയിനിന്റെ പകുതിയിലധികവുമായിട്ടാണ് അത് പറന്നു വീഴുന്നത്. അതുകൊണ്ട് മുലകുടി പ്രായം കഴിഞ്ഞാൽ ആ തള്ളക്ക്, നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നാൽക്കാലികൾക്ക് കുഞ്ഞിനെ പറഞ്ഞു വിടാം. പക്ഷേ നമ്മുടെ കുഞ്ഞ് അതിന് മുലകുടി പ്രായം കഴിഞ്ഞാൽ പറഞ്ഞു വിടാൻ പറ്റില്ല. 5 വയസ്സായാൽ പറഞ്ഞു വിടാൻ പറ്റില്ല. 10 വയസ്സായാൽ പറഞ്ഞു വിടാൻ പറ്റില്ല. പ്രായപൂർത്തിയാകുന്നത് വരെ ആ കുഞ്ഞിനെ പരിപാലിക്കേണ്ടതുണ്ട്, അവന് കൃത്യമായി ഗൈഡൻസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം അവന്റെ തലച്ചോറ് വളർന്നിട്ടില്ല, അവന്റെ ബുദ്ധി വളർന്നിട്ടില്ല. ഏതാണ്ട് 10-20 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് അടുക്കുന്ന സമയത്താണ് അവന്റെ ബ്രെയിനൊക്കെ വളർന്ന് സ്വന്തമായി ചിന്തിക്കാൻ പറ്റുന്നിടത്തേക്ക് അവൻ എത്തുന്നത്. പക്ഷെ ഇതറിയാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലവിലെ പാരന്റിങ് സിസ്റ്റം എങ്ങനെയെന്ന് ചോദിച്ചാൽ, മക്കൾ വളർന്നു വലുതാകുമ്പോ അവൻ കണ്ടു വളർന്ന കാർട്ടൂണുകളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഗെയിമുകളും അതുപോലെ തന്നെ ഗാഡ്ജറ്റുകളും ഒക്കെ അവൻ ചോദിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും മുന്തിയത് വാങ്ങി കൊടുക്കാൻ. സ്വാഭാവികമായും നമ്മുടെ മക്കൾ, വളർന്നു വരുന്ന മക്കൾ ഓട്ടിസം ബാധിച്ചാൽ വളരുന്നത് പലപ്പോഴും. കാരണം അവർ ഉപയോഗിക്കുന്ന മൊബൈൽ, ചെറിയ പ്രായത്തിൽ മിന്നിമറയുന്ന റീൽസുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിനെ, അവരുടെ ചിന്തയെ മുഴുവനും ബാധിച്ച് ഓട്ടിസം ബാധിച്ച മക്കളായിട്ട് പല മക്കളും വളർന്നു വരുന്നത് കുടുംബങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്ന്, ദുആഇന്റെ കണക്ഷൻ നമുക്കില്ല, പ്രാർത്ഥനയുടെ കണക്ഷൻ നമുക്കില്ല, അള്ളാഹുമായി ബന്ധിക്കേണ്ട ആ ബന്ധവും കണക്ഷനും നമുക്കില്ല. 2, ദുനിയവിയായി നമ്മൾ നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ എടുത്തു കൊടുത്തത് ഒരിക്കലും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത, ഉപയോഗിച്ചാൽ അവരുടെ തലച്ചോറിനെ ബാധിക്കുന്ന മാരകമായ ഗാഡ്ജറ്റുകളാണ് നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തത്. അത് അവർ ഉപയോഗിക്കണം. അത് കരയുമ്പോ, അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, അവരെന്തെങ്കിലും തരത്തിൽ വാശി പിടിക്കുമ്പോ വാശി തീർക്കാൻ വേണ്ടിയൊക്കെ ഇത് കൊടുത്ത് അവസാനം അവർ തലച്ചോറ് വളരാത്ത മക്കളായി വളർന്നിട്ട് അവസാനം വന്ന് പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോ മറ്റു ലോകം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഏത് ലോകം? ഒരിക്കലും ദീനിയായ സാഹചര്യമല്ല, ഹറാമിൻ്റെതായ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും വളർന്നു വരുന്ന ലിബറലിസത്തിൻ്റെതായ വഴികളും ചേരുവകളും ഒക്കെ അവർക്ക് ചേർത്ത് കുഴച്ച് അവസാനം ലഹരി ബാധിച്ച് ഒന്നും അറിയാത്തവരായി, വിവേകമില്ലാത്തവരായി, സ്വബോധമില്ലാത്തവരായി, സ്വന്തം മാതാപിതാക്കളെ പോലും കൊന്നുതള്ളാൻ മടിയില്ലാത്തവരായി നമ്മുടെ കുടുംബങ്ങളിൽ ക്രിമിനലുകൾ വളരുന്ന കാലാണ്. 2025 പിറന്നതിനു ശേഷം ജനുവരി, ഫെബ്രുവരി മാസത്തിൽ ഇവിടുത്തെ കേരളത്തിലെ ക്രൈം ഫയലിൽ 62 കൊലപാതകങ്ങളാണ് രേഖപ്പെടുത്തിയതെന്നാണ്. 2025 ജനുവരി, ഫെബ്രുവരി 2 മാസങ്ങളിൽ മാത്രം കേരളത്തിലെ ക്രൈം ഫയലിൽ രേഖപ്പെടുത്തിയ കൊലപാതകങ്ങൾ, മർഡറുകൾ 62 എണ്ണമാണ്. ഇതിൽ ഏതാണ്ട് 80% സ്വന്തം കുടുംബത്തിലാണ്. വാപ്പ മക്കളെ കൊന്നതോ, മക്കൾ ഉമ്മയെ കൊന്നതോ, ഉമ്മ മക്കളെ കൊന്നതോ, അല്ലെങ്കിൽ ഉമ്മയെ മക്കൾ കൊന്നതോ, അല്ലെങ്കിൽ സഹോദരനെ കൊന്നതോ, അല്ലെങ്കിൽ അമ്മാവൻ വന്നിട്ട് മരുമക്കളെ കൊന്നതോ, ഇങ്ങനെ കുടുംബങ്ങളിൽ നടന്ന കൊലപാതകങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ
ഈ വൈകൃതം ബാധിച്ച ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന വലിയ കാഴ്ചപ്പാടുകൾ, ഈ വിഷയത്തിലെ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരിച്ച് ഏറ്റവും നല്ല ബുദ്ധിവികാസമുള്ള, ചിന്തിക്കുന്ന, കഴിവുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ കഴിയണം എന്ന് മാത്രമല്ല, ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ലോകത്തുകൂടി ഒരുമിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു ബാധ്യതയുള്ളൂ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ. സൂറത്തു തഹരീമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആയത്ത് എന്താ അള്ളാഹ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഭാര്യ മക്കളെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ, സൂക്ഷിച്ചുകൊള്ളണേ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു ഒരു പ്രയോഗമാണ് നടത്തിയത്. എന്തേത്? വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യനും കല്ലുകളുമാണ്. നരകത്തിന്റെ ഫ്യുവൽ അത് മനുഷ്യനാണ്, കല്ലാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫസ്റുകളായ ആളുകൾ, അതുപോലെ ചിന്തകന്മാരായ ആളുകൾ ഈ ആയത്ത് എടുത്തു വെച്ചുകൊണ്ട് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണിത്. ഇത്തഖുന്നാർ, നരകത്തെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിലെ ഇന്ധനം മനുഷ്യനും കല്ലുകളുമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. നരകത്തെ സംബന്ധിച്ച് ഇതിനപ്പുറം ഒരു വാചകം പറയേണ്ടതില്ല എന്നാണ് അത് സംബന്ധിച്ച് ആലോചിച്ച് ചിന്തിച്ച മനുഷ്യന്മാര് പറഞ്ഞത്. കാരണം വെച്ചാൽ ലോകത്ത് വേറെ ഒരു ഗ്രന്ഥത്തിലും കത്തിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോ കല്ല് എന്ന് പറയൂല, പറഞ്ഞിട്ടില്ല. കത്തിക്കുക എന്ന് പറയുമ്പോ ഒന്നെങ്കിൽ വിറകോ മണ്ണെണ്ണയോ പെട്രോളോ ഡീസലോ ഇങ്ങനെയൊക്കെയാ പറയാ കത്തിക്കുന്നത് പറയുമ്പോ. പക്ഷെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നരകത്തിലെ കത്തിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ വാചകം വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കുന്ന മനുഷ്യനും കല്ലുകളുമാണ്. മനുഷ്യനും കല്ലുകളുമാണ്. ഇതൊരു ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, എന്നിട്ട് വിശദീകരിച്ചു. അത് നമ്മുടെ വീട്ടില് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആ പാത്രത്തിലെ വെള്ളം തിളക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അടുപ്പത്ത് കഞ്ഞിക്ക് വെള്ളം വെച്ചാൽ ആ വെള്ളം ഇങ്ങനെ തിളക്കുന്ന കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ചായ വെച്ച് കഴിഞ്ഞാൽ ചായ ഇങ്ങനെ തിളക്കുന്ന കണ്ടിട്ടില്ലേ? അടുപ്പത്ത് ഭക്ഷണം വെച്ചിട്ട് അതിങ്ങനെ ചൂടാക്കുമ്പോൾ അത് തിളക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം. 100 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വെള്ളം തിളക്കും, അത് നീരാവിയായി മാറും, അല്ലെങ്കിൽ ഭക്ഷണം വേവും. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കണം, അവിടെ ഒരു കല ഉണ്ട്, ഒരു അടുപ്പുണ്ട്. ഈ കലവും കത്തൂല, അടുപ്പും കത്തൂല. കലവും അടുപ്പും കത്തൂല, വെള്ളേ കത്തുള്ളൂ 100 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോ നമ്മൾ ആലോചിക്കണം, ഈ കല്ല് അഥവാ അടുപ്പുണ്ടാക്കിയത് കല്ല് കൊണ്ടാണെങ്കിൽ ആ കല്ല് കത്തുന്നില്ല. ഈ നമ്മുടെ ഈ തീ കൊണ്ട് കല്ല് കത്തുന്നില്ല. അപ്പൊ കല്ല് കത്തണമെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണം? കല്ല് കത്തുമോ? കല്ല് കത്തുമോ? ആ ഖുതുബ കേൾക്കാൻ ഒരു നേവി ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നേവി ഉദ്യോഗസ്ഥൻ ഒരു ഷിപ്പിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളുണ്ട്. വർഷങ്ങളോളം പല രാജ്യങ്ങൾ സഞ്ചരിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ ഖുതുബ കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വല്ലാത്തൊരു വർത്താനം ഈ ഖുർആൻ പറഞ്ഞ വാചകം. കാരണം നമ്മുടെ നാട്ടില് കമ്പി നിർമ്മിക്കുന്നില്ലേ, ഇരുമ്പ് ഉരുക്കിയിട്ട് കമ്പി നിർമ്മിക്കുന്നുണ്ടല്ലേ, അത് അങ്ങനെ ഒരു കമ്പി കഷ്ണം കത്തണമെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം. 100 ഡിഗ്രി സെൽഷ്യസിൽ കമ്പി കത്തൂല, പഴുക്കൂല. നേരെ മറിച്ച് ഒരു കമ്പി അത് കത്തിക്കണമെങ്കിൽ, ഒരു ഇരുമ്പ് കത്തിക്കണമെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം. പക്ഷേ ഈ 1000 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും കല്ല് കത്തൂല. കല്ല് കത്തണമെങ്കിൽ 10000 ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം ഒരു കല്ല് കത്തണമെങ്കിൽ. വിശുദ്ധ ഖുർആൻ ഇതൊന്നും പറഞ്ഞില്ല, എത്ര ഡിഗ്രി സെൽഷ്യസ് ഒന്നും ഖുർആൻ പറഞ്ഞില്ല. ഖുർആൻ ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ. എന്താ അത്? വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകമെന്ന് പറഞ്ഞാൽ കല്ല് കത്തുന്ന ചൂടുള്ള നരകമാണ്. കല്ല് കത്തുന്ന ചൂടുള്ള നരകമാണ്. ആ നരകത്തിൽ നിന്റെ മക്കൾ വീണുപോകരുത്, ആ നരകത്തിൽ നിന്റെ ഭാര്യ വീണു പോകരുത്, ആ നരകത്തിൽ നീയും വീണു പോകരുത്.
യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഒറ്റ വാചകത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഐഹിക ലോകത്ത് നിർവഹിക്കാൻ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ നിർവഹിക്കാനുള്ള ബാധ്യതയെ സംബന്ധിച്ച് ഒറ്റ വാചകത്തിലാണ് ഖുർആൻ ഓർമ്മിപ്പിച്ചത്. അത് പരമാവധി നടപ്പാക്കാൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളുടെ പിതാക്കളാകാൻ, മാതാക്കളാകാൻ പരിശ്രമിക്കുക. എന്നിട്ട് മരിച്ചുപോയാൽ തീർച്ചയായും നമ്മൾ ഐഹിക ലോകത്ത് സമ്പാദിച്ച ഏറ്റവും മൂല്യവത്തായ സമ്പത്ത് സ്വാലിഹായ സന്താനായിരിക്കും. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ നമ്മുടെ അനന്തരഗാമികളായി ഇവിടെ ബാക്കിയാകുന്ന, ഉപ്പക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന, ഉമ്മക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെ ബാക്കിയാക്കാൻ പണിയെടുക്കണം, പരിശ്രമിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാവശ്യമായതെല്ലാം തന്റെ പ്രവാചകനിലൂടെ, ഏത് ജനറേഷൻ എന്ന് പറഞ്ഞാലും, അൽഫ എന്ന് പറഞ്ഞാലും, ഇസഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ, ഏത് ജനറേഷൻ എന്ന് പറഞ്ഞാലും, ഇനി ലോകാവസാനം വരെ വരാനുള്ള തലമുറക്ക് ആവശ്യമായതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് പഠിക്കാനും ഉൾക്കൊള്ളാനും ആ ദീനിയായ സാഹചര്യങ്ങളെ നിലനിർത്താനും പരിശ്രമിക്കണേ, അധ്വാനിക്കണേ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങിയ യാത്ര, ഇപ്പൊ 8 മണിക്ക് അവിടെ ഞാൻ എത്തിയത്, 8 മണിക്ക് അവസാനിച്ചു. 12 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റോഡൊക്കെ വളരെ പ്രശ്നത്തിലാണ്, എന്ന് വെച്ചാൽ വല്ലാതെ കുണ്ടും കുഴിയാണ്. ഞാൻ 6 മണിക്ക് ഇവിടെ എത്തണം എന്ന് വിചാരിച്ച് 2:30 കൊല്ലത്തുനിന്ന് പുറപ്പെട്ടതാണ്. പക്ഷെ ഒരൽപ്പം വൈകി. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും അധ്വാനവും ഇതിനു വേണ്ടി ചെലവഴിച്ച ഓരോ സമയവും റബ്ബ് ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. ദുനിയാവിൽ കൂട്ടുകുടുംബാദികളായി ജീവിക്കുന്ന നമ്മുടെ ഈ സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നാളെ ആഖിറത്തിൽ എത്തിച്ചേരാൻ, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിച്ചുകൂട്ടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.